ഹലോ ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ആ ന്യൂ സെഷൻ. ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്കല്ല എല്ലാവരും നിന്ന നമ്മുടെ ലോൻ്റെ വർക്കൗട്ട് ബാച്ചിൽ കയറിയിട്ടുള്ളവരാണല്ലോ. ഇപ്പം നമ്മൾ ലോൻ്റെ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തായി, അറൗണ്ട് 14 days 2 weeks ആയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും ലാഗ് ചെയ്യിപ്പിക്കാതെ എന്ത് ചെയ്യാം, ഇന്നത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ട്രാക്ക്, അതായത് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുക വെച്ചാൽ ഇന്ത്യൻ കോൺട്രാക്ട് 1872 തന്നെ ചാപ്റ്ററായ യൂണിറ്റ് 4 ആണ് ഞാൻ ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് 1 നമ്മൾ എന്ത് പഠിച്ചു, എന്താണ് കോൺട്രാക്ട്, എന്താണ് എഗ്രിമെന്റ്, ഏതൊക്കെ ടൈപ്പ് കോൺട്രാക്ട്, ഇൻവിറ്റേഷൻ ടു ഓഫർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. യൂണിറ്റ് 2 നമ്മൾ എന്ത് പഠിച്ചു, ഇമ്പോർട്ടൻ്റ് ആയ കൺസിഡറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണ് കൺസിഡറേഷൻ, എപ്പോഴാണ് കൺസിഡറേഷൻ ഇമ്പോർട്ടൻ്റ് ആവുക, കൺസിഡറേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കേസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു. യൂണിറ്റ് 3 നമ്മൾ എന്താ പഠിച്ചപ്പോൾ എന്താണ് കപ്പാസിറ്റി ഓഫ് ദ കോൺട്രാക്ട്, അതായത് കോൺട്രാക്ട് ഏർപ്പെടുന്നുണ്ടായ കപ്പാസിറ്റി, അതായത് ക്വാളിഫിക്കേഷൻ എന്താണ്, മേജർ ആയിരിക്കണം, മൈനർ ആവരുത്, അൺസൗണ്ട് മൈൻഡ് കേസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ യൂണിറ്റ് 4 നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ യൂണിറ്റ് 4 ഹെഡിങ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് അല്ലേ. ഈ യൂണിറ്റ് മെയിൻലി ഹാൻഡിൽ ചെയ്യുന്ന നാല് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ഈ യൂണിറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഹു, ഹൗ, വെയർ ആൻഡ് വെൻ. അതായത് ആരാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, എപ്പോഴേ, ഏത് രീതിയിൽ, എങ്ങനെ, ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട് എന്നുള്ള യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും വൈകിപ്പിക്കാതെ ഒരു ക്വസ്റ്റിനോട് ഹാൻഡിൽ ചെയ്ത് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴുന്ന പോലെ ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല നമ്മൾ നിങ്ങളെല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു, കാരണം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു എന്ത് ചെയ്യുന്നത് നിങ്ങൾ ഉറപ്പ് വരുത്തുന്നത്, അത് ഫസ്റ്റ് ടൈം കാണാതെ നിങ്ങൾ എഴുതിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ വീഡിയോ കാണാൽ മാത്രം എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വാല്യൂ ചെയ്യാൻ പറ്റും. എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എത്രത്തോളം ആയി എന്ന് നിങ്ങൾ മെഷർ ചെയ്യാൻ പറ്റത്തും. ഓക്കെ, നമുക്ക് തന്നെ ഒട്ടും വൈകിപ്പോൾ ഇന്ന് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഷീന വാസ് എ ക്ലാസിക്കൽ ഡാൻസർ. ഓക്കെ, ഷീ എൻറ്റേഡ് ഇൻ ടു എൻ എഗ്രിമെന്റ് വിത്ത് ശീതൽ വിദ്യാ മന്ദിർ ഫോർ 60 days പെർഫോമൻസ്, 60 ഡാൻസ് പെർഫോമൻസ്, അതായത് 60 ഡാൻസ് പെർഫോമൻസിന് ഇതാള് ഷീന എന്ന് പറയുന്ന വ്യക്തി ശീതൽ വിദ്യാമന്ദിരമായിട്ട് എഗ്രിമെന്റ് വെച്ചു. ഓക്കെ, ആസ് പെർ ദ കോൺട്രാക്ട് ഷി വാസ് സപ്പോസ് ടു പെർഫോം എവറി വീക്കെൻഡ് ആൻഡ് ഷി വിൽ ബി പെയ്ഡ് 10,000 പെർ പെർഫോമൻസ്. അതായത് ഒരു മാസം 4 ഓരോ അവസാനത്തെ സൺഡേ, ഇപ്പോൾ സൺഡേസിലാണ് എന്ത് ചെയ്യുന്നത്, ആൾ പെർഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോരോ പെർഫോമൻസിനും 10,000 rupees വെച്ചിട്ട് എന്ത് ചെയ്യും, ആൾക്ക് കിട്ടും. ഓക്കെ, however, after a month, she was absent without informing due to her പേഴ്സണൽ റീസൺ. അതായത് ഒരു മാസത്തിന് ശേഷം എന്ത് ചെയ്തു, ആളെ ആബ്സെന്റ് ആയി. അതായത് ആളുടെ പേഴ്സണൽ റീസണിന്റെ കാര്യം ആരും ഇൻഫോം ചെയ്തില്ല, ശീതൽ വിദ്യാ മന്ദിറിലെ ആരെയും ഇൻഫോം ചെയ്യാതെ ആൾ എന്ത് ചെയ്തു, ആബ്സെന്റ് ആയി. എന്തെങ്കിലും കാരണം പറഞ്ഞോ, കാരണം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ സിനാരിയോ. ഓക്കെ, എന്താ ചോദിക്കുന്നത്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആസ് പെർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അപ്പൊ താഴെ പറയുന്ന ഈ 3 ക്വസ്റ്റ്യനാ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ പ്രൊവിഷനുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വെദർ ദ മാനേജ്മെന്റ് ശീതൽ വിദ്യാ മന്ദിർ ഹാസ് റൈറ്റ് ടു ടെർമിനേറ്റ് ദ കോൺട്രാക്ട്. അതായത് ശീതൽ വിദ്യാ മന്ദിറിന് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ്, ഷീന എന്ന വ്യക്തി എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ വീക്കെൻഡ് പെർഫോം ചെയ്യും 60 ഡാൻസ് പെർഫോമൻസ്. പക്ഷേ എന്താണ്, ഒരു ഇൻഫർമേഷനും കൊടുക്കാതെ എന്തുകൊണ്ട് ഒരു കാരണം പറയുന്ന ആൾ ലീവായിട്ടുള്ളത്, ആബ്സെന്റ് ആയത്. അപ്പോൾ അതുകൊണ്ട് ശീതൽ വിദ്യാ മന്ദിറിന് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. If the management of the Shidal Vidya Bandar informed Sheena about its continuance, can the management still rescind the contract after a month on his ground subsequently? അതായത് ഇപ്പം നമ്മുടെ ഈ കേസിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം ആൾ ലീവായില്ലേ, പക്ഷേ ശീതൽ വിദ്യാബന്ധർ എന്ത് ചെയ്യുന്ന ആളെ വിളിച്ചിട്ട്, ഷീനനെ വിളിച്ചിട്ട് പറയുന്ന കുഴപ്പമില്ല, എപ്പോഴാണ് അടുത്ത് വരുന്നത് അതുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത എന്ത് ചെയ്യണം, പെർഫോമൻസ് വരാനാകുമ്പോഴേക്കും എന്ത് ചെയ്യണം, ഈ ശീതൽ വിദ്യാബന്ധറിന് ഈ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ. അതാണ് സെക്കൻഡ് കേസ്. തേർഡ് കേസ് എന്താണ്, ക്യാൻ ശീതൽ വിദ്യാബന്ധർ ക്ലെയിം ഡാമേജ് ദാറ്റ് ഈസ് സഫേർഡ് ബിക്കോസ് ഓഫ് ദിസ് ബ്രീച്ച് ഓഫ് ഇൻ എനി ഓഫ് ദി അബവ് കേസ്. അതായത് ഈ മേലിൽ പറഞ്ഞിരിക്കുന്ന 2 കേസിൽ ഏതെങ്കിലും ഒരു കേസിൽ നമുക്ക് കോൺട്രാക്ടിന്, അതായത് ശീതൽ വിദ്യാ മന്ദിറിന് ഡാമേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ നമുക്ക് നോക്കി മനസ്സിലാം, ഒരു സ്മോൾ സിനാരിയോ എന്നിട്ട് 3 സബ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് എന്താ ഇത് 2 രീതിയിൽ ആൻസർ ചെയ്യാം. മാത്രമല്ല നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ക്വസ്റ്റ്യൻ കെട്ടിക്കുന്ന ചാടിക്കറി ആൻസർ ചെയ്ത് ഇത് എത്ര മാർക്കിംഗ് ആണ് നമ്മൾ നേരം നോക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് 4 മാർക്കിനാണ് 3 സബ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ലോജിക്ക് എഴുതിയിരിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, 1 മാർക്ക് കൊടുക്കുന്ന, സെക്കൻഡ് ക്വസ്റ്റ്യൻ 1 മാർക്ക്, തേർഡ് ക്വസ്റ്റ്യൻ 1 മാർക്ക്. അപ്പോൾ ഇത് 3 ആഡ് ചെയ്താൽ 3 മാർക്സ് വരുന്നുണ്ട്. ബാക്കി 1 മാർക്ക് എന്ത് ചെയ്യാം,
പ്രൊവിഷന് വേണ്ടി കൊടുക്കണം. ഓക്കെ, പ്രൊവിഷൻ 1 മാർക്ക്, 3 സബ് ക്വസ്റ്റിന് കൺക്ലൂഷന് വേണ്ടി 1 മാർക്ക്, ഓരോരോ മാർക്ക്. അപ്പം ടോട്ടൽ 4 മാർക്സ്. ഓക്കെ, ഇങ്ങനെയാണ് ഇത്. അപ്പം നമുക്ക് എന്താ ഈ 2 പാറ്റേൺ നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് പാറ്റേൺ, അതായത് ഒരു സ്മോൾ സിനാരിയോ തന്നിട്ട് സബ് ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ സബ് ക്വസ്റ്റൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 2 പാറ്റേൺ ആൻസർ ചെയ്യാം. ഫസ്റ്റ് കേസ് വെച്ചാൽ എന്താണ്? 1 കമ്പൈൻഡ് പ്രൊവിഷൻ, അതായത് ഈ നമുക്ക് തന്നിരിക്കുന്ന ആ 3 ക്വസ്റ്റിന് കമ്പൈൻഡ് ആയിട്ട് ഒരു പ്രൊവിഷൻ ആഡ് ചെയ്തിട്ട് കൺക്ലൂഷൻ്റെ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്പർ 1ൻ്റെ ആൻസർ എഴുതാം, നമ്പർ 2ൻ്റെ ആൻസർ, നമ്പർ 3യുടെ ആൻസർ, ഇങ്ങനെ വേണം എഴുതാൻ. പക്ഷേ ഈ ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രൊവിഷൻ എഴുതി കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ എഴുതുമ്പോൾ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ തന്നിരിക്കുന്ന ബുള്ളറ്റ് പോയിന്റ്സ് യൂസ് ചെയ്തു എന്നാണ് നമ്മൾ ഉറപ്പ് വരുത്തണം. അല്ലാതെ വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞാൽ there's a chance that you will lose marks. കാരണം ബുള്ളറ്റ് പോയിന്റ് ക്വസ്റ്റ്യൻ മാർക്ക് 3 ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് ആലോചിച്ചിങ്ങനെ 3 സബ് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ 3 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അങ്ങനെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് വാല്യൂ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്താണ്? ഒന്നുമില്ല, സപ്പോസ് 1ൻ്റെ പ്രൊവിഷൻ പ്ലസ് കൺക്ലൂഷൻ, നമ്പർ 2ൻ്റെ പ്രൊവിഷൻ പ്ലസ് കൺക്ലൂഷൻ, നമ്പർ 3ൻ്റെ പ്രൊവിഷൻ പ്ലസ് കൺക്ലൂഷൻ. ഇങ്ങനെയാണ് അടുത്ത പാറ്റേൺ എഴുതുമ്പോൾ ഇതിൽ ഏറ്റവും ബെറ്റർ എന്താണ്? 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അതായത് 3 സബ് ക്വസ്റ്റിന് ഓരോ 1 മാർക്ക് ഈച്ചും പ്രൊവിഷന് 1 മാർക്ക് അല്ലേ? അപ്പോൾ ഇതിൽ ഏറ്റവും ബെറ്റർ എന്താണ്? നമുക്ക് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യും. ഫസ്റ്റ് നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ്. 3 കമ്പൈൻഡ് പ്രൊവിഷൻ ചെയ്തിട്ട് കൺക്ലൂഷൻ കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി എഫക്റ്റീവ്. അപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യൻ എല്ലാവരും റീഡ് ചെയ്തില്ലേ? ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ആയില്ലേ? ഓക്കെ, നമുക്കത് ഇത് ഏത് പ്രൊവിഷനായിട്ട് കണക്റ്റഡ് ആണ്? അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട എഗ്രിമെന്റ് വെച്ചതിന് ശേഷം ഒരു പാർട്ടി എന്ത് ചെയ്യുന്ന ഇൻഫോം ചെയ്യാതെ ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തിക്കുന്ന. അപ്പം അങ്ങനെയാണെങ്കിൽ ഏത് പ്രൊവിഷനാണ് നോക്കാം. ഇപ്പോൾ എഴുതുന്ന പോലെ എന്ത് ചെയ്യുന്ന ആൻസർ ടു ക്വസ്റ്റ്യൻ 1 കൂടി ഹെഡിങ് കൊടുത്തു. എന്ത് ചെയ്യുന്ന ആൻസർ ചെയ്യുമ്പോൾ ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് Indian Contract Act 1872, when a party to a contract has refused to perform his act or disabled himself from performing, the other party is suffered may put an end to the contract. അതായത് എന്താ പറയുന്നത്? ഈ പ്രൊവിഷൻ എന്താ പറയുന്നത്? അതായത് ഒരു കോൺട്രാക്ട് വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പാർട്ടി ആളുടെ ഭാഗം ചെയ്യാൻ വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആവുകയോ ചെയ്താൽ എന്ത് ചെയ്യുന്ന ആ കോൺട്രാക്ട് എന്ത് ചെയ്യണം? അതായത് ആരാണോ ഡിസേബിൾ, അതായത് ആരാണോ ആ കോൺട്രാക്ട് മൂലം ബാധിക്കപ്പെട്ടത് ആൾക്ക് എന്ത് ചെയ്യാം? ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് പ്രൊവിഷൻ വരുന്നത്. ഇത് ഏത് സെക്ഷൻ നോക്കുന്നുണ്ടോ? സെക്ഷൻ അറിയുന്നുണ്ടെങ്കിൽ മാത്രം, അറിയില്ലെങ്കിൽ വിട്ടേ. ഓക്കെ, ഇത് ഓർക്കുന്നുണ്ടോ? ഇത് വരുന്നത് വെച്ചാൽ സെക്ഷൻ 39 ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക? നേരത്തെ പറഞ്ഞ ഏതെങ്കിലും പാർട്ടി പെർഫോം ചെയ്യാൻ സമ്മതിച്ചാൽ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ കോൺട്രാക്ട് ക്യാൻസൽ ആയിട്ട് സ്ഥിരീകരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പക്ഷേ ഇതാണ് കേസ്. ഹൗഎവർ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഈ ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമുക്ക് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. കമ്പൈൻഡ് പ്രൊവിഷൻ എഴുതാൻ 3 ക്വസ്റ്റ്യൻ കണക്ട് ചെയ്തിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൊവിഷൻ നമ്മൾ എഴുതിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇൻഫോം ചെയ്തിനെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്? കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ however the party to a contract has signifies by words or conduct regarding the then the contract can be terminated. എന്താ പറയുന്നത്? ഇപ്പം ആ കോൺട്രാക്ട് ബന്ധപ്പെട്ട് അതായത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതായത് ഒന്നിക്കൽ എന്ത് ചെയ്യണം? റീസൺ പറഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞെങ്കിൽ, അതായത് റീസൺ പറയുകയാണ്, അതായത് ഈ കോൺട്രാക്റ്റിനെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പം എന്തെങ്കിലും ഹെൽത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേ പാർട്ടി പറയുകയാണ് വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും, കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും ബൈ വേർഡ്സ് ഓർ പ്രവൃത്തി മൂലം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ 2 പ്രൊവിഷൻ നമ്മൾ ആഡ് ചെയ്യും. ഒന്നാന്ന് വെച്ചാൽ ജനറൽ പ്രൊവിഷൻ ആയ കോൺട്രാക്ട് ഇപ്പോൾ ഏതെങ്കിലും പാർട്ടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആളുടെ
ഭാഗം ചെയ്യാൻ വേണ്ടി വിസമ്മതിച്ചാൽ എന്ത് ചെയ്യണം, മറ്റേ പാർട്ടിക്ക് എന്ത് ചെയ്യും, ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പക്ഷേ സെക്കൻഡ് പ്രൊവിഷൻ എന്ത് ആഡ് ചെയ്തത്, ഇപ്പോൾ ആ പാർട്ടിയിൽ ഏതെങ്കിലും പാർട്ടി പറയും ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൽ മറ്റൊരു പാർട്ടി ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറ്റില്ല, ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ 2 പ്രൊവിഷൻ നമ്മൾ എഴുതി. ഇനി 3ാമത്തെ പ്രൊവിഷൻ നമ്മൾ ചെയ്യേണ്ടത്. 3ാമത്തെ പ്രൊവിഷൻ എന്താണ് പറ്റുന്നത്, ഡാമേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലേ 3ാമത്തെ ക്വസ്റ്റൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഏത് കേസ്, അതായത് ഡാമേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് കോൺട്രാക്ട് ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ, അതായത് ഒരാൾ വിസമ്മതിച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് എഴുതാം. ഓൾസോ as per the provision, when a contract is terminated because of non-performance, the party who suffered can claim damage. എന്താ പറയുന്നത്, ഏതെങ്കിലും ഇപ്പോൾ കോൺട്രാക്ട് നോൺ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് കോൺട്രാക്ട് ആളുടെ എന്ത് ചെയ്യുന്ന ഒരാൾ കോൺട്രാക്ട് ക്യാൻസൽ ആക്കി, അതായത് പെർഫോം ചെയ്യാൻ വിസമ്മതിച്ച് കഴിഞ്ഞാൽ, അത് ആളുടെ ഭാഗം ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ കോൺട്രാക്ട് മൂലം ആർക്കാണോ ബാധിച്ചത് എന്താണ്, ആളെന്ത് ചെയ്യണം, മറ്റാൾക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ഡാമേജ് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഇവിടെ കേസ് ഡാൻസ് പെർഫോമൻസ് അല്ലേ, ഇപ്പോൾ ഒരു പേഴ്സണൽ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ പ്രൊവിഷൻ, കാരണം ഒരു പേഴ്സണൽ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആളെ തന്നെ എന്ത് ചെയ്യണം, ആ കോൺട്രാക്ട് ചെയ്യേണ്ട, വേറെ ആളെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്ട് ചെയ്യാനേ പറ്റി. ഇപ്പോൾ ഇവിടെ ഷീന എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ എഗ്രി ചെയ്തത്. ഇപ്പോൾ ഷീനക്ക് ഒരു കസിൻ ഉണ്ട്, ആ ഡാൻസർ ആണെങ്കിൽ ആളെ ഡാൻസ് ചെയ്താൽ മതിയോ, ഇല്ല. കാരണം എന്താണ്, ഷീന ഡാൻസുമായി ബന്ധപ്പെട്ട ഷീന തന്നെ എന്ത് ചെയ്യണം, ആ കോൺട്രാക്ട് ചെയ്തിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ആ ഒരു പ്രൊവിഷൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, സോ if the agreement is regarding personal skill, then the promisee is bound to perform it. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊവിഷൻ കേസ്. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം, ഓൺവേർഡ്സിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കീവേഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്തിരിക്കണം. പറഞ്ഞിട്ടില്ലേ, അത് ചെയ്യാം. കീവേഡ്സ് നോക്കാം. എന്താ പറയുന്നത്, when a party to a contract has refused to perform his act or disabled himself from performing, the other party who suffered may put an end to the contract. എന്താണ്, പെർഫോമൻസ് ചെയ്ത് വിസമ്മതിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അപ്പം ആരാണ് സഫർ ചെയ്ത ആൾക്ക് എന്ത് ചെയ്യാം, ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. However, if the party contract signifies by words or conduct regarding the continuance, then the contract can't be terminated. എന്താണ് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ട് പ്രവൃത്തി നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കോൺട്രാക്ട് ക്യാൻസൽ ആകാൻ പറ്റില്ല. രണ്ടാമത്തെ പ്രൊവിഷൻ കീവേഡ്സ് നമ്മൾ അണ്ടർലൈൻ ചെയ്തു. ഓക്കെ, ഓൾസോ പ്രൊവിഷൻ when a contract is terminated because of non-performance, okay, the party who suffered can claim damage. അത് ആർക്കാണോ ആ കോൺട്രാക്ട് ക്യാൻസൽ ആയത് മൂലം ബാധിച്ചത് ആൾക്ക് എന്ത് ചെയ്യും, ഡാമേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് 3ാമത്തെ കീവേഡ്, പ്രൊവിഷൻ്റെ കീവേഡ്. If the agreement is regarding personal skill, then the promisee is bound to perform it. അതായത് കോൺട്രാക്ട് പേഴ്സണൽ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ എന്ത് ചെയ്യണം, ആൾ തന്നെ എന്ത് ചെയ്യണം, ആ പ്രോമിസി തന്നെ എന്ത് ചെയ്യണം, ആ കോൺട്രാക്ട് ചെയ്തിരിക്കണം. ഇതാണ് എന്ത്, മെയിൻ കീവേഡ്സുമായിട്ട് ബന്ധപ്പെടുന്നത്. ഓക്കെ, പ്രൊവിഷനായിട്ട് ഹെഡിങ് കൊടുക്കണം, സോറി. ഓക്കെ, ഇതാണ് മെയിൻ പ്രൊവിഷൻ. ഇപ്പോൾ ഇത് 2 മാർക്സ്, അതായത് 4 മാർക്സിൻ്റെ അല്ലേ. ഇപ്പോൾ ഇത് എഴുതിക്കാൻ നമുക്ക് എന്താണ്, 3 പ്രൊവിഷൻ്റെയും കമ്പൈൻഡ് പ്രൊവിഷൻ നമ്മൾ എഴുതി, സ്കോർ 1 മാർക്ക്. 1 മാർക്കിൻ്റെ ആൻസർ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 സബ് ക്വസ്റ്റൻ്റെയും ആൻസർ ചെയ്യണം. ഓക്കെ, ഹെഡിങ് കൊടുത്ത് കൺക്ലൂഷൻ, സബ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, ഇത് എഴുതുമ്പോൾ മെയിൻലി കണ്ടത് മാർജിൻ ഇവിടെ ഉണ്ടെങ്കിൽ മാർജിൻ്റെ ഇൻസൈഡിലായിരിക്കും നമ്മൾ എഴുതാൻ, ഒരിക്കലും ഔട്ട് സൈഡിൽ കൊണ്ടുപോയി എഴുതരുത്, ഇൻസൈഡിൽ വേണം നമ്മൾ എന്താണ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കുന്നത്, whether the management ഷീറ്റിൽ വിദ്യാമന്ദിര has right to terminate the contract. അതായത് ഒന്നും പറയാതെ, അതായത് വിത്തൗട്ട് ഇൻഫോമിങ് എന്തായിട്ടുള്ളത് ഈ ഷീൻ അതായത് ആബ്സെൻ്റ് ആയിരിക്കുന്നത്, അങ്ങനെയാണ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ, കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു കുഴപ്പവുമില്ല. ഓക്കെ, നമുക്ക് ഞാൻ ആൻസർ എഴുതാം. എന്താണ് സപ്പോസ് 1 പ്രകാരം എന്താ പറയുന്നത്, ഇൻ ദിസ് കേസ് ശീതൾ വിദ്യ മന്ദിർ
can rescind the contract due to non performance. എന്ത് ചെയ്യാം, ചെയ്ത് എന്ത് ചെയ്യാം, കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം. ബൈ ആളുടെ പേരെന്താ, ബൈ ഷീന ആസ് ഷി വാസ് ആബ്സെന്റ് വിത്തൗട്ട് ഇൻഫോമിംഗ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റൻ. കീവേഡ്സ് ഉള്ളത് ശീതൾ വിദ്യമന്ദിർ can rescind the contracts due to non-performance. Sheena as she was absent without informing. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ കൺക്ലൂഷൻ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റൻ എന്താ പറയുന്നത്, if the management informed Sheena about its continuance, can the management still rescind the contract after a month on the ground subsequently? അതായത് ഇപ്പോൾ ഷീത ഇത് എന്താ പറയുക, ഇൻഫോം ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് ചെയ്ത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഓൾറെഡി നമ്മൾ പ്രൊവിഷൻ പറഞ്ഞു, ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ആ കണ്ടിന്യൂൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ആ കോൺട്രാക്ട് കണ്ടിന്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റൻ എങ്ങനെ എഴുതാം? Sheetal Vidya Mandir is not in a position to rescind the contract as they have already informed Sheena regarding the continuance. ഇതാണ് എന്ത് ചെയ്യുന്നത് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരുന്നത്, നോട്ട് ഇൻ എ പൊസിഷൻ ടു റെസ്യൂം ദ കോൺട്രാക്ട് ആസ് ദേ ഹാവ് ഓൾറെഡി ഇൻഫോംഡ് ഷീന റിഗാർഡിങ് ദ കണ്ടിന്യൂസ്. ഇതാണ് സെക്കൻഡ് ആൻസറിൻ്റെ കൺക്ലൂഷൻ വരുന്നത്. ഓക്കെ, അതിൻ്റെ കീവേഡ്സ് ഞങ്ങൾ അണ്ടർലൈൻ ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ക്യാൻ ശീതൾ വിദ്യ മന്ദിർ claim damage that is suffered because of this breach in any of the above cases? അത് ഈ രണ്ട് കേസിൽ ഏതെങ്കിലും ഒരു കേസിൽ ഡാമേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്യുന്ന, ഇൻഫോം ചെയ്യാതെ വെറുതെ ആബ്സെൻ്റ് ആവാതെയാണ് എന്ത് ചെയ്യുന്നുള്ളത്, ഇൻഫോം ചെയ്യാതെയാണ് എന്ത് ചെയ്തത്, ആബ്സെൻ്റ് ആയത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാമേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. സെക്കൻഡ് കേസിൽ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? കാരണം ഓൾറെഡി ഇൻഫോം ചെയ്തിന് കണ്ടിന്യൂ ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് ശേഷം കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനേ പറ്റില്ല. അപ്പം എന്താണ് പറ്റില്ല, അതിന് ഡാമേജ് ക്ലെയിം ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്താ നമ്മൾ ചോദിച്ചിരുന്നത്, ഏതെങ്കിലും കേസിൽ ഡാമേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ അതിനകത്ത് എന്ത് ശീതൾ വിദ്യ മന്ദിർ ക്യാൻ ക്ലെയിം ഡാമേജ് ഇൻ ദ ഫസ്റ്റ് കേസ്, അതായത് question of that is number 1 of above. അതായത് മുകളിൽ പറഞ്ഞ ഒന്നാമത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാമേജ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാമേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത്രയും എഴുതിക്കഴിഞ്ഞാൽ 3 കൺക്ലൂഷൻ കൊണ്ട് എഴുതിക്കഴിഞ്ഞാൽ എന്തായി, 3 മാർക്സ് കിട്ടും. ടോട്ടൽ എന്തായി, 1 + 3 4 മാർക്സ് കേസിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ആൻസർ കീ ആയിട്ട്, അതായത് കീവേഡ്സ് പ്ലസ് സജസ്റ്റഡ് ആൻസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ ചെയ്ത് നോക്കാം. ഓക്കെ, ആസ് പെർ സെക്ഷൻ 39 provides that every party to a contract has refused, അതായത് when a party to a contract has refused to perform or disabled performing his promisee in its entirety, the promisee may put an end to a contract unless he had signified. ഒരു മിനിറ്റ്, അതായത് നമ്മൾ എന്ത് ചെയ്തത്, ഫസ്റ്റ് കേസ് എന്താ ചെയ്തത്, when a party to a contract has refused to perform and disabled performing the promisee in its entirety, the promisee put into an end to the contract. അത് നമ്മൾ എഴുതി ഫസ്റ്റ് സെക്ഷൻ 39 പറഞ്ഞ എന്ത്, സെക്ഷൻ 39 നമ്മൾ പറഞ്ഞു എന്ത്, കോൺട്രാക്ട് എന്ത് ചെയ്യാം, അത് ഒരു പാർട്ടിക്ക് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും എപ്പോഴും മറ്റൊരു പാർട്ടി, അതായത് ഈ കോൺട്രാക്ട് നെക്സ്റ്റ് അതർ പാർട്ടി പെർഫോമൻസ് ചെയ്യാൻ വിസമ്മതിക്കുകയോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആവുകയോ ചെയ്താൽ ഇത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എഴുതുന്നത്, അതായത് ഈ ഒരു കേസാണ് എന്ത് ചെയ്യുന്നത് അത് വരുന്നത് നമ്മൾ എന്ത് ചെയ്തു എഴുതിയിട്ടുണ്ട്. ഓക്കെ, പെർഫെക്റ്റ്. നെക്സ്റ്റ് എന്തായിരുന്നത്, അൺലെസ്, അതായത് പറയുന്നത് unless he had signified by word or in its acquiescence in its continuance. എന്ത് ചെയ്യുന്നത്,
അതായത് എന്ത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമേ എന്തെങ്കിലും പറ്റത്തുള്ളൂ, കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്തു, എവിടെ എഴുതിയിട്ടുണ്ട്, എന്താണ് how if party to contract signifies the words of conduct regarding the contract, then the contract can't be terminated. അത് നമ്മൾ എന്ത് എഴുതിക്കുക. അതായത് ഈ രണ്ട് പ്രൊവിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. കീവേഡ്സ് ഓൾറെഡി മാച്ചഡ് ആണ്, കുഴപ്പമില്ല, മാർക്ക് കിട്ടും. ഓക്കെ, തേർഡ് പ്രൊവിഷൻ എന്താ വരുന്നത്? Further in section 40, the promisee shall be required to perform personally if there is such an apparent intention of the parties. എന്താണ്, പേഴ്സണൽ സ്കില്ലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻ ആണ്. അത് നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്, എന്താണ്, കോൺട്രാക്ട് പേഴ്സണൽ സ്കില്ലുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രോമിസ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് ആ പ്രൊവിഷൻ പറയുന്നത്. ഫോർത്ത് പ്രൊവിഷൻ എന്താ പറയുന്നത്? A person who rightfully rescinds the contract is entitled to compensation for any damage he has sustained through non-fulfillment of the contract. നമ്മൾ എന്ത് ചെയ്തു, ഒരു പാർട്ടി കോൺട്രാക്ട് സംബന്ധിച്ച്, അത് ആളുടെ ഭാഗം സംബന്ധിച്ച് കഴിഞ്ഞാൽ ആർക്കാണോ ആ കോൺട്രാക്ട് അതായത് ക്യാൻസൽ ആയത് മൂലം ബാധിച്ചത് ആൾക്ക് എന്ത് ചെയ്യാം, ഡാമേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു കേസിൽ എഴുതി. ഓക്കെ, അപ്പം 4 പ്രൊവിഷനും എഴുതി, 4 കീവേഡ്സ് നമ്മൾ എന്നിട്ടുണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ആൻസർ എങ്ങനെ വരുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ ഹെഡിങ് കൊടുത്തു, എന്താണ് കൺക്ലൂഷൻ്റെ ഹെഡിങ് കൊടുത്തു. Therefore, in the instant case, താഴെ പറഞ്ഞ 3 കേസിൽ, ഓക്കെ, since Sheena could not perform as per the contract, Sheetal Vidya Mandir can terminate the contract. നമ്മൾ എഴുതിയതാണ്, Sheetal Vidya ഫസ്റ്റ് കേസിൽ Sheetal Vidya Mandir can rescind the contract due to non-performance of Sheena. അത് നമ്മൾ എന്ത് ചെയ്തു, എഴുതിയിട്ടുണ്ട്. നോ സീൻ, ഒരു കുഴപ്പമില്ല. സെക്കൻഡ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ കൺക്ലൂഷൻ നമ്മൾ പെർഫെക്റ്റ്ലി എഴുതിയിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, and second എന്താ പറയുന്നത്, if she is in second situation, the man Sheetal Vidya Mandir informed Sheena about the continuance of the contract, hence the management cannot now rescind the contract after a month on his ground subsequent. എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് നമ്മൾ എന്ത് ചെയ്തു, ഈസിലി എഴുതിയിട്ടുമുണ്ട്, ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, തേർഡ് കേസ്, ആസ് സെക്ഷൻ Sheetal can claim damage that has suffered because of the breach in part 1. എന്നാണ്, ഒന്നാമത്തെ പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാമേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മൾ എന്ത് ചെയ്തു, ഈസിലി എഴുതിയിട്ടുണ്ട്. ഇതിന് അണ്ടർലൈൻ ചെയ്തിട്ടല്ലേ, സോറി, എന്തായിരുന്നത്, ക്യാൻ ക്ലെയിം ഡാമേജ് ഇൻ ദ ഫസ്റ്റ് കേസ്. ഓക്കെ, അപ്പോൾ അതും കൂടി ചെയ്താൽ നമുക്ക് എന്തായി, ഇതും കൂടി കംപ്ലീറ്റ് ആയി. ഇതും കൂടി വെച്ച് നമ്മൾ എല്ലാ കീവേഡ്സ് നമ്മളായിട്ടുണ്ട് മാർക്ക് വെച്ചിട്ട് നമ്മുടെ ഭാഗം എന്താണ് 100% ക്ലിയർ ആണ്. നമുക്ക് എന്താ ഈസിലി മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്നത്തെ സെഷൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ സെഷൻ എൻഡ്, അതായത് ക്വസ്റ്റ്യൻ ബന്ധപ്പെട്ട് എൻഡ് ചെയ്തു. ഇനി നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അതായത് CA ഫൗണ്ടേഷൻസ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അറൗണ്ട് ഇപ്പോൾ ആപ്പിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ മെയ് ജൂൺ 2 മാസം കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് 2 or 3 or 4 സബ്ജക്റ്റ് കംപ്ലീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മെയിൻലി എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലെത്തി ഒരു 7 o'clock ആയപ്പോൾ 7 PM വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ട് ഒരു 8 o'clock 8 PM ആകുമ്പോഴത്തേക്കും അതിനെ പഠിക്കാൻ വേണ്ടി ഇരിക്കണം. ഓക്കെ, ഒരു 8 to 11 ഫസ്റ്റ് നിങ്ങൾ ചെയ്യണം. ഓൾറെഡി രാവിലെ മുതലേ വൈകുന്നേരം പോയി ഇരുന്നിട്ടാണ് ഉള്ളത്. എന്നിട്ട് ആദ്യം ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് ഫേസ് ചെയ്യുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി വെച്ച് ഇരുന്നേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 8 to 11 ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 3 hours നിങ്ങളെ മുമ്പിലുണ്ട്. ഓക്കെ, ഇപ്പോൾ 7 മണിക്ക് വീട്ടിലെത്തി ഒരു 7:30 ആകുമ്പോൾ ഒരു 10-15 ഫോണിൽ സർഫ് ചെയ്തോ കുഴപ്പമില്ല. 50 minutes കഴിഞ്ഞിട്ട് ബാക്കി 45 minutes കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഫ്രഷ് അപ്പ് ആയി ഡിന്നർ കഴിച്ചിട്ട് 8 o'clock ആകുമ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം, ഫസ്റ്റ് 30 minutes എന്ത് ചെയ്യണം, നിങ്ങൾ 30 to 1 hour 32 minutes എന്ത് ചെയ്യണം, ലോക്ക് നിങ്ങൾ കൊടുത്തിരിക്കണം. ഓക്കെ, 30 minutes നിങ്ങൾ ലോന് കൊടുത്തിരിക്കണം. ബാലൻസ് എന്ത് ചെയ്യണം, ഒരു 1 hour എന്ത് ചെയ്യണം, ഈ ലോയും ഇന്ന് എടുത്തത് നിങ്ങൾക്ക് അന്നത്തെ ക്ലാസ് എന്താണ്, ഇപ്പം ഇന്ന് എടുത്ത് നിൽക്കുന്നത് മാത്സ് ആണ്, നിങ്ങൾക്ക് ഇന്ന് എടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ അന്നത്തെ മാത്സ് ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം, വേറെ ഇപ്പോൾ അക്കൗണ്ട്സ് കയറിയിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട്സ് എന്ത് ചെയ്യണം, ഒരു 1 hour നോക്കണം. ഇപ്പോൾ ബാക്കി 1.5 hour ഓൾറെഡി പ്രിപ്പയർ കഴിഞ്ഞ് 1.5 hour നിങ്ങൾ മുമ്പിലുള്ളത് എന്ത് ചെയ്യണം, ബാക്കി 1.5 hours നിങ്ങൾ എന്ത് ചെയ്യണം,
ഇന്ന് മാത്സ് എന്നൊക്കെ എടുത്തതെങ്കിൽ മാത്സിൻ്റെ കാർഡായിട്ടുള്ള വർക്ക് ചെയ്യണം. ഇപ്പം നിങ്ങൾ 30 മിനിറ്റ്സ് പകരം എന്ത് ചെയ്യണം, 1 hour എടുത്താലും ലോൺ എടുത്ത കുഴപ്പമില്ല. ഈ 1 hour പകരം 30 മിനിറ്റ്സ് എടുത്ത് കഴിഞ്ഞാൽ മതി. എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അന്നന്ന് എടുക്കുന്ന മാത്രമല്ല എന്ത് ചെയ്യണം, വേറൊരു സബ്ജക്റ്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നല്ല റാങ്കോട് കൂടി നല്ല മാർക്കോട് കൂടി പേപ്പർ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തേ പറ്റും. മാത്രമല്ല 11 o'clock കഴിഞ്ഞാൽ യു ഷുഡ് ബി ഇൻ എ ബെഡ്. യു ഷുഡ് ബി ഇൻ ബെഡ് എന്ന് കിടന്നിരിക്കണം. യു ഷുഡ് ഗോ ഫോർ സ്ലീപ്പ്. എന്ന് ഉറങ്ങിയേ പറ്റത്തുള്ളൂ. മീൻ എന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് 6 hours സ്ലീപ്പ് കമ്പൽസറിയാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ 6 hours സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അങ്ങനെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ എഫക്റ്റ് യുവർ ക്ലാസ് ടൈം. അതായത് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മറ്റേ നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റും എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പം സെഷൻ എൻഡ് ചെയ്യാം. ദിസ് ഇസ് ജാഹിർ സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ.